ദൈവം ഒരുവനാണെങ്കിൽ ക്രിസ്ത്യാനികൾ എങ്ങനെ മൂന്ന് വ്യക്തികളെ വിശ്വസിക്കുന്നു? ഇത് പലർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്. ഉത്തരം: ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ദൈവം ഒരുവനാണ്, എന്നാൽ അവൻ മൂന്ന് വ്യക്തികളായി നിത്യമായി നിലകൊള്ളുന്നു. പിതാവ്, പുത്രൻ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇത് മൂന്ന് ദൈവങ്ങൾ എന്നർത്ഥമല്ല. ഇത് ഒരേയൊരു ദൈവത്തിന്റെ മൂന്ന് വ്യക്തിത്വങ്ങളാണ്. എങ്ങനെ അത് മനസ്സിലാക്കാം? ദൈവം സ്വഭാവത്തിൽ യഥേർമേ ഒരുവൻ, വ്യക്തിത്വത്തിൽ പെർസൺ മൂന്ന്. അവരെ വേർതിരിച്ച ദൈവങ്ങൾ എന്നു പറയുന്നില്ല. അവർ ഒരേ ദൈവസ്വഭാവം പങ്കിടുന്നു. ബൈബിൾ അടിസ്ഥാനങ്ങൾ. മത്തായി സുവിശേഷം 28:19. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇവിടെ ഈ നാമത്തിൽ എന്ന് ഏകവചനത്തിലാണ് പറയുന്നത്. ദൈവം ഒരുവൻ എന്നതിന് അടയാളം. ഒരു ലളിത ഉദാഹരണം. പൂർണ്ണമല്ല. സൂര്യൻ തന്നെ. പ്രകാശം, ചൂട്. മൂന്ന് അനുഭവങ്ങൾ, പക്ഷേ സൂര്യൻ ഒരുവൻ. അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരേയൊരു ദൈവത്തിന്റെ മൂന്ന് വ്യക്തികൾ. ആഴത്തിലുള്ള അർത്ഥം. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ദൈവം സ്നേഹമാണ്. സ്നേഹം ബന്ധത്തിൽ നിലനിൽക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യസ്നേഹത്തിൽ ഐക്യമായി ജീവിക്കുന്നു. അതുകൊണ്ട് ത്രിത്വം ദൈവത്തെ വിഭജിക്കുന്നില്ല, മറിച്ച് അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത കാണിക്കുന്നു. ചുരുക്കത്തിൽ, ദൈവം ഒരുവനാണ്, എന്നാൽ അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളായി വെളിപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വാസത്തിന്റെ രഹസ്യമാണ്. ദൈവം ഒരുവനാണെങ്കിൽ ക്രിസ്ത്യാനികൾ എങ്ങനെ മൂന്ന് വ്യക്തികളെ വിശ്വസിക്കുന്നു? ഇത് പലർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്.